അർജുനെ കാണാതായ അന്നു മുതൽ അർജുനെ കണ്ടുകിട്ടുന്ന ആ ഒരു നിമിഷം വരെ അതിനുവേണ്ടി പ്രയത്നിച്ച ഒരാളാണ് നമ്മളെ മനാഫ്. പ്രതിസന്ധികൾ ഒരുപാട് വന്ന സമയത്തും ഒരുപാട് കുത്തുവാക്കുകളും പ്രയാസങ്ങളും നേരിട്ട സമയത്തും അതൊന്നും വകവയ്ക്കാതെ അർജുനെ കൊണ്ടേ മടങ്ങുമെന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനത്തിന് മുന്നിലാണ് ഇന്ന് നമുക്ക് അർജുനെ തിരിച്ചു കിട്ടിയത്. പേമാരികൾ പ്രതിസന്ധിയാകുന്ന സമയത്ത്, തിരച്ചിലുകൾ നിർത്തിവെച്ച സമയത്ത് പോലും വീണ്ടും അത് തുടർന്ന് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല. അർജുനെ കൊണ്ടേ മടങ്ങി വരുള്ളൂ എന്ന് അമ്മയ്ക്ക് കൊടുത്ത ഒരു വാക്ക് പാലിക്കാൻ വേണ്ടി, ആ ഒരു ഉറച്ചൊരു തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ഇദ്ദേഹം അത്രയും പ്രയത്നിച്ചിട്ടുണ്ട്. പലർക്കും മനുഷ്യത്വം നഷ്ടപ്പെട്ട ഈ ഒരു സമയത്ത് തന്റെ കൂടപ്പിറപ്പ് അല്ലാഞ്ഞിട്ട് പോലും മനുഷ്യത്വം എന്താണെന്ന് കാണിച്ചു തന്ന ഒരു മനുഷ്യനാണിത്. വെറും ഒരു ഡ്രൈവറായിട്ടല്ല മനാഫ് എന്ന വ്യക്തി അർജുനെ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും അർജുന്റെ മരണത്തിന് ശേഷവും ആ ഒരു വാക്ക് അദ്ദേഹം തിരിച്ചിട്ടില്ല. തന്റെ ലോറി തനിക്ക് വേണ്ട, തന്റെ കൂടപ്പിറപ്പിനെ തിരിച്ചു തന്നാൽ മതി, അതിനുശേഷം ആ ഒരു ലോറി നിങ്ങൾ അവിടെ തന്നെ ഇട്ടേക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ഒരു വാക്കുകൾ വല്ലാതെ ചിന്തിപ്പിക്കുന്നതാണ്. അർജുനെയും കൊണ്ടേ മടങ്ങി വരുമെന്ന് അമ്മയ്ക്ക് കൊടുത്തൊരു വാക്ക് പാലിച്ചെങ്കിലും പക്ഷെ അത് ജീവനോടെ തിരിച്ചെത്തിക്കാൻ സാധിച്ചില്ല. ഇദ്ദേഹത്തെ പോലെ തന്നെ ഒട്ടനവധി ആളുകൾ ഈ ഒരു തിരച്ചിലിന് പിന്നിൽ അർജുനെ വീണ്ടെടുക്കാൻ വേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ഈശ്വർ മാൽപേ. ആരെയും മറന്നിട്ടില്ല, എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ ഒരു പ്രയത്നത്തിൽ അർജുനെ വീണ്ടെടുക്കാൻ വേണ്ടി ശ്രമിച്ച ഈ ഒരു പരിശ്രമത്തിൽ ഇദ്ദേഹം നമ്മെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം ഒരു മനുഷ്യൻ അത് നേടിയേ അടങ്ങുന്ന ആത്മാർത്ഥമായിട്ട് ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അത് വിജയം കണ്ടേ അടങ്ങൂ എന്നുള്ളൊരു പാഠം കൂടെ ഇദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തന്റെ കുടുംബത്തിന് ഒരുപാട് നല്ല ഓർമ്മകൾ നൽകിയാണ് അർജുൻ മടങ്ങിയത്. ഇന്ന് അർജുന്റെ വീട്ടിൽ ചിതയിൽ കത്തിയമർന്നെങ്കിലും മനസാക്ഷി മറവിച്ചില്ലാത്ത മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഇന്നും അർജുൻ ജീവിക്കുന്നു.